സെലക്ഷൻ ഫാമിലിയിലെ ഒരു വളരെ ഉപകാരമുള്ള ഒരു ടൂളാണ് ഇവിടെ താഴെ കാണുന്ന ക്വിക്ക് സെലക്ഷൻ ടൂൾ. കീബോർഡിൽ W എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് ഈ ഗ്രൂപ്പിലെ, ഈ ഫാമിലിയിലെ, സെലക്ഷൻ ഫാമിലിയിലെ ഈ ഫ്ലയറിന്റെ ക്വിക്ക് സെലക്ഷൻ ടൂളിനെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ക്വിക്ക് സെലക്ഷൻ ടൂള് സ്വീകരിക്കുമ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും നമുക്ക് കാണുന്നത്. ഈ റൗണ്ട് ഷേപ്പിൽ ഒരു പ്ലസ് ചിഹ്നവും കാണാനായിട്ട് സാധിക്കും. ഒരു ബ്രഷ് ഉപയോഗിക്കുന്ന രീതിയിലാണ് ക്വിക്ക് സെലക്ഷൻ ടൂള് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ചിത്രത്തിന്റെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിന്റെ കളറിനകത്ത് പ്ലസ് ചിഹ്നം വരുന്ന നിലയ്ക്ക്, അതായത് റൗണ്ട് പുറത്തു പോകാതെ പ്ലസ് ചിഹ്നം വരുന്ന നിലയ്ക്ക് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ഷൻ തുടങ്ങാം. കണ്ടോ, ചിലപ്പോഴൊക്കെ പുറത്തു പോയി എന്ന് വരാം. കണ്ടോ, അപ്പൊ പെട്ടെന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. ഇങ്ങനെ പുറത്തുപോയ ഭാഗത്തെ ഈ ബ്രഷിന്റെ പ്രോപ്പർട്ടീസിൽ സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്നുള്ള ഈ സെലക്ട് ചെയ്തതിനു ശേഷം അതിലെ ആ മൈനസ് ചിഹ്നം ഉൾക്കൊള്ളുന്ന തരത്തിൽ ഇങ്ങനെ മൈനസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടോ മൈനസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറവുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു സെലക്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം അതും ചെറുതായി കൊടുക്കാം. ഈ ബ്രഷിന്റെ സൈസ് ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കും. ഇപ്പൊ കാണുന്ന സൈസ് ഇവിടെ ഈ കാണുന്ന ഈ കൺട്രോൾ മുഖാന്തരമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ബ്രഷ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് പിക്കർ എന്ന് പറഞ്ഞ സംഗതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മുകളിൽ കാണുന്ന ഒരു സ്ലൈഡർ കാണാനായിട്ട് സാധിക്കും. ഈ സ്ലൈഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ അതിന്റെ പോയിന്റ് കൂടി കുറഞ്ഞിട്ട് വരും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 35, നമുക്കിവിടെ ഒരു 13 കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 11 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പോയിന്റർ ചെറുതായി വന്നു. അത്തരം സന്ദർഭങ്ങളിൽ വളരെ ചെറിയ ഏരിയകളൊക്കെ നമുക്ക് വിദഗ്ധമായിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പരിശോധിച്ച് നോക്കാം. മറ്റൊരു സംഗതി പറയാനുള്ളത്, ഇത്തരം എന്താ പറയാ, ചിത്രം കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വളരെ വ്യക്തമായ അതിരുകൾ ബാക്ക്ഗ്രൗണ്ടും ചിത്രവും തമ്മിലുള്ള അവസരത്തിൽ നമ്മൾ ബ്രഷ് പോയിന്റർ ഉപയോഗിച്ച് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് വലിയ പോയിന്റ് തന്നെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അതിനുശേഷം നമ്മൾ ചിത്രത്തിൽ സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് എന്താ ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെലക്ട് ഇൻവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സെലക്ഷൻ നേരിട്ടിട്ട് ഇമേജിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ ചില ഐഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം ഫോട്ടോഷോപ്പിനെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നന്നായി പരിശോധിച്ച് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.